ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് മലയാളത്തിൽ കേട്ടോ ഒറ്റപ്പദം എന്ന ഭാഗത്തും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ്. ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഒറ്റപ്പദം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കിയാലോ. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? അത് സർവജനീയമാണ്. എന്താണ്? സർവജനീയം. ഓക്കെ, എല്ലാ ജനങ്ങൾക്കും ബാധകമായ സർവജനീയം. ഓക്കെ, വ്യാകരണം അറിയുന്നവൻ ആരാണ്? അവൻ വൈയാകരണനാണ്. ആരാണ്? വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ ആരാണ്? വൈയാകരണനാണ്. കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? കൃഷിയെ സംബന്ധിക്കുന്നതാണ് കാർഷികം എന്നാണ് പറയുന്നത്. അറിയാൻ ആഗ്രഹമുള്ളയാൾ ആരാണ്? ജിജ്ഞാസു. അറിയാൻ ആഗ്രഹമുള്ളയാളാണ് ജിജ്ഞാസു. ഇമ്പോർട്ടന്റ് ആണ്. പായ് കെട്ടാനുള്ള മരം ഏതാണ്? പാമരമാണ്. പായ് കെട്ടാനുള്ള മരം എന്ന് പറയുന്നത് പാമരമാണ്. പാമരം. എപ്പോഴും കൂടെ നടക്കുന്നയാൾ ആരാണ്? സന്തത സഹചാരി. ആരാണ്? സന്തത സഹചാരി. ഓക്കെ, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്താണ്? അതാണ് ദുർഗ്രഹം. എന്താണ്? ദുർഗ്രഹം. പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? അത് വിവക്ഷിതമാണ്. എന്താണ്? വിവക്ഷിതം. പ്രതിഷ്ഠിക്കുന്നവൻ ആരാണ്? പ്രതിഷ്ഠിക്കുന്നവനാണ് പ്രതിഷ്ഠാപകൻ. ആരാണ്? പ്രതിഷ്ഠാപകൻ. ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്? ജിഗീഷ. ഓക്കെ, നീതിയെ സംബന്ധിക്കുന്നതാണ് നൈതികം. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ്? നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവനാണ് നൈയാമികൻ. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ ആരാണ്? അവനാണ് പിപഠിഷു. ആരാണ്? പിപഠിഷു. ഓക്കെ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു. ആരാണ്? പിപാസു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിഗീഷു. ശ്രദ്ധയോടുകൂടിയവൻ ആരാണ്? ശ്രാദ്ധൻ. ആരാണ്? ശ്രാദ്ധൻ. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് കാട്ടുമനുഷ്യൻ. പ്രഥമമായി ഗണിക്കേണ്ടവനാണ് പ്രഥമഗണനീയൻ. ആരാണ്? പ്രഥമഗണനീയൻ. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. ആരാണ്? ദിദൃക്ഷു. സൃഷ്ടി നടത്തുന്നവൻ ആരാണ്? സ്രഷ്ടാവ്. ആരാണ്? സ്രഷ്ടാവ്. അതിഥിയെ സ്വീകരിക്കുന്നയാളാണ് ആതിഥേയൻ. ക്ഷമിക്കാൻ പറ്റാത്തതാണ് അക്ഷന്തവ്യം. എന്താണ്? അക്ഷന്തവ്യം. അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. ആരാണ്? പ്രേഷിതാവ്. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഇമ്പോർട്ടന്റ് ആണ്. ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷം. ഭർത്തൃനിഷ്ഠയുള്ളവൾ പതിവ്രത. ആരാണ്? പതിവ്രതയാണ്. കഥയുടെ പ്രധാനമായ അംശം കഥാസാരം. എന്താണ്? കഥാസാരം. ദശരഥന്റെ പുത്രൻ ആരാണ്? ദാശരഥി. ആരാണ്? ദാശരഥി. ക്ഷോഭിച്ചവൻ ആരാണ്? ക്ഷുഭിതൻ. ഭാര്യ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പിതാവ് അറിയപ്പെടുന്നത് എന്താണ്? ശ്വശുരൻ. എന്താണ്? ശ്വശുരൻ. ഓക്കെ, ജീവനിൽ കൊതിയുള്ളവനാണ് പ്രിയാസു. പലതായിരിക്കുന്ന അവസ്ഥയാണ് നാനാത്വം. ഒന്നായിരിക്കുന്ന അവസ്ഥ എന്താണ്? അവസ്ഥയാണ് ഏകത്വം. ഏകത്വം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. എന്താണ്? ലൗകികം.
ചിന്തയിൽ മുഴുകിയവൻ. ചിന്തയിൽ മുഴുകിയവനാണ് ചിന്താമഗ്നൻ. ആരാണ്? ചിന്താമഗ്നൻ. സുമിത്രയുടെ പുത്രൻ. സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. ആരാണ്? സൗമിത്രി. സമരസത്തിന്റെ ഭാവം. സമരസത്തിന്റെ ഭാവമാണ് സാമരസ്യം. എന്താണ്? സാമരസ്യം. എന്നെന്നും നിലനിൽക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതം. കണ്ണ് കാണാത്തവൻ. കണ്ണ് കാണാത്തവനാണ് അന്ധൻ. അന്ധൻ. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാതപം. പാനം ചെയ്യുന്നത് പാതപം. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. എന്താണ്? ജിജ്ഞാസ. വീരസേനന്റെ പുത്രൻ. വീരസേനന്റെ പുത്രൻ വൈരസേനി. ആരാണ്? വീരസേനന്റെ പുത്രനാണ് വൈരസേനി. കാണാൻ കഴിയാത്ത അവസ്ഥ. കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അദൃശ്യം. കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അദൃശ്യം. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ജാഗരം. സമൂഹത്തെ സംബന്ധിച്ചത് എന്താണ്? അത് സാമൂഹികമാണ്. സാമൂഹികം. മുനിയുടെ ഭാവം. മുനിയുടെ ഭാവം എന്താണ്? മുനിയുടെ ഭാവം മൗനമാണ്. മൗനം. കേൾക്കുന്നയാൾ. കേൾക്കുന്നയാളാണ് ശ്രോതാവ്. ശ്രോതാവ്. ഗ്രഹിക്കുന്ന ആൾ. ഗ്രഹിക്കുന്ന ആളാണ് ഗ്രാഹകൻ. ഗ്രാഹകൻ. സമുദ്രം മുതൽ ഹിമാലയം വരെ. സമുദ്രം മുതൽ ഹിമാലയം വരെ എന്താണ് പറയപ്പെടുന്നത്? ആസേതു ഹിമാചലം. ആസേതു ഹിമാചലം. ഓക്കെ. അപ്പോ ഇതാണ് കേട്ടോ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു 50 ഒറ്റപ്പദം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ.